എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ മത്സ്യക്കച്ചവടക്കാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അനധികൃത സ്റ്റാളുകൾ പൊളിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത്. വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്, നമ്മളോടൊപ്പം ചേരുന്നു. റാഫി, ഈ മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ മത്സ്യക്കച്ചവടക്കാരുടെ പ്രതിഷേധം അത് എന്തുകൊണ്ടാണ് പോലീസ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു? എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ഗോപീകൃഷ്ണൻ, ഇവിടുത്തെ നിലവിലെ സാഹചര്യം പ്രതിഷേധത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ജിദ്ദയുടെ ഭൂമിയിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യവില്പനയ്ക്കായി സ്ഥാപിച്ചിരുന്ന അനധികൃതമായ ഷെഡുകൾ പൊളിച്ചു നീക്കാനാണ് ഇന്ന് ജിദ്ദ അധികൃതരും ഒപ്പം തന്നെ എളങ്കുന്നപ്പുഴ പഞ്ചായത്തും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവും എത്തിയത്. ഈ മൂന്ന് വിഭാഗവും ചേർന്ന് വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയായിരുന്നു ഗോശ്രീ ജംഗ്ഷനിലുള്ള അനധികൃതമായി നിർമ്മിച്ച മത്സ്യ ഷെഡുകൾ പൊളിച്ചു നീക്കുന്നതിന് വേണ്ടി എത്തിയത്. അതേസമയമായിരുന്നു ഇവിടെ മത്സ്യവില്പന നടത്തുന്ന മത്സ്യത്തൊഴിലാളികളും വിൽപ്പന നടത്തുന്ന മറ്റാളുകളും ചേർന്ന് പ്രതിഷേധം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷയിൽ ഇപ്പോൾ ഷെഡുകൾ പൊളിച്ചു നീക്കുന്നത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത പ്രതിഷേധമായിരുന്നു ഈ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അവർ വാഹനങ്ങൾ ഉപരോധിക്കുകയും ഒപ്പം തന്നെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്നാൽ ഈ പോലീസ് ശക്തമായി ഇടപെട്ട് ഈ പ്രതിഷേധത്തെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ പ്രതിഷേധക്കാരും ഒപ്പം തന്നെ ഈ അധികൃതരുമായി ഉണ്ടായ ചർച്ചയുണ്ട്, അതിൽ ഒരു സമവായത്തിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു. രാവിലെ 9 മണിയോട് കൂടി ആരംഭിച്ച നടപടികൾ ഏകദേശം പൂർത്തിയാകുന്നതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അനധികൃതമായി ജിദ്ദ ഭൂമിയിൽ നിർമ്മിച്ചിരുന്ന മത്സ്യ വിൽപ്പന ഷെഡുകളാണ് ഇന്ന് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശത്തെ തുടർന്ന് പൊളിച്ചു മാറ്റാൻ എത്തിയത്. ഇതിനിടയിലായിരുന്നു നാട്ടുകാരുടെയും ഒപ്പം തന്നെ മത്സ്യ വിൽപ്പനക്കാരുടെയും ശക്തമായ പ്രതിഷേധം ഇവിടെ അരങ്ങേറിയത്.